Question: which one of the following is true with regards to cash discount? Options: Option A, it is discount on prompt payment. Option B, it is discount on price at sales. Option C, it is a discount given in cash. Option D, it is a reduction in face value. നമുക്കറിയാം ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഡിസ്കൗണ്ട് ഈസ് പ്രൊവൈഡഡ് ബൈ എ സെല്ലർ വെൻ എ ബയ്യർ മേക്സ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഇൻ ക്യാഷ് ഓർ ഇക്വലൻറ്റ്. അതായത് ബയ്യർ ക്യാഷായോ തത്തുല്യമായതോ ഉടനടി അടയ്ക്കുമ്പോൾ സെല്ലർ ഈ ഡിസ്കൗണ്ട് നൽകുന്നു. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പണമടച്ചാൽ ഈ ഡിസ്കൗണ്ട് നൽകുന്നു. ഇക്കാരണത്താൽ ഇതിനെ എന്ത് പറയുന്നു? പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഡിസ്കൗണ്ട് എന്നും പറയുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A, it is discount on prompt payment. അടുത്ത ക്വസ്റ്റ്യൻ: who among the following is associated with the term market myopia? Options A, Taylor. Option B, Philip Kotler. Option C, Henry Ford. Option D, Theodore Levitt. മാർക്കറ്റ് മയോപ്പിയ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ലോങ് ടേം ഗ്രോത്തിനേക്കാൾ ഷോർട്ട് ടേം ഗോൾസിന് പ്രയോറിറ്റി നൽകുകയും കസ്റ്റമർ നീഡ്സിനേക്കാൾ ബിസിനസ് നീഡ്സിന് പ്രയോറിറ്റി നൽകുകയും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്കിനെയാണ് തിയോഡോർ ലെവിറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, തിയോഡോർ ലെവിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ set of all products and items that a seller offers to sell. Options എന്തൊക്കെയാണ്? ഓപ്ഷൻ എ, പ്രോഡക്റ്റ് ലൈൻ. ഓപ്ഷൻ ബി, പ്രോഡക്റ്റ് മിക്സ്. ഓപ്ഷൻ സി, പ്രോഡക്റ്റ് വിഡ്ത്ത്. ഓപ്ഷൻ ഡി, പ്രോഡക്റ്റ് ലെങ്ത്ത്. ഓപ്ഷൻ എ, പ്രോഡക്റ്റ് ലൈൻ. എന്താണ് പ്രോഡക്റ്റ് ലൈൻ? പ്രോഡക്റ്റ് ലൈൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രോഡക്ട്സ് ആൾ മാർക്കറ്റഡ് അണ്ടർ എ സിംഗിൾ ബ്രാൻഡ് നെയിം ദാറ്റ് ഈസ് സോൾഡ് ബൈ ദി സെയിം കമ്പനി. അതായത് ഒരു കമ്പനി വിൽക്കുന്ന സെയിം ബ്രാൻഡ് നെയിമിൽ വിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രോഡക്ട്സ് ആണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. സിംഗിൾ ബ്രാൻഡ് നെയിമിൽ വിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രോഡക്ട്സിനെയാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബജാജ് ഇലക്ട്രിക് മാനുഫാക്ചേഴ്സ് ഫാൻസ്, ഇലക്ട്രിക് ലാംപ്സ്, കേബിൾ, ഇലക്ട്രിക് അയേൺസ്, ഹീറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് സോ ഓൺ. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് പ്രോഡക്റ്റ് മിക്സ്. എന്താണ് പ്രോഡക്റ്റ് മിക്സ്? പ്രോഡക്റ്റ് മിക്സ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ലൈൻസ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് ഓർ സർവീസസ് ഓഫേർഡ് ബൈ എ കമ്പനി. പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഓർ പ്രോഡക്റ്റ് അസോർട്ട്മെൻറ്റ് ഓർ പ്രോഡക്റ്റ് റേഞ്ച് എന്നൊക്കെ ഈ പ്രോഡക്റ്റ് മിക്സിനെ വിളിക്കാം. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മിക്സ് ഈസ് ദി ടോട്ടൽ ലിസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് വിച്ച് എ ഫേം ഓഫേഴ്സ് ടു ഇറ്റ്സ് ബയേഴ്സ്. അതായത് ഒരു ഫേം തങ്ങളുടെ ബയേഴ്സിന് ഓഫർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ടോട്ടൽ ലിസ്റ്റാണ് പ്രോഡക്റ്റ് മിക്സ്. ടോട്ടൽ ലിസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് വിച്ച് എ ഫേം ഓഫേഴ്സ് ടു ഇറ്റ്സ് ബയേഴ്സ്. തങ്ങളുടെ ബയേഴ്സിന് ഓഫർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ടോട്ടൽ ലിസ്റ്റാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, പ്രോഡക്റ്റ് വിഡ്ത്ത്. എന്താണ് പ്രോഡക്റ്റ് വിഡ്ത്ത്? പ്രോഡക്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ലൈൻസ്. ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ലൈൻസിനെയാണ് പ്രോഡക്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി നൽകുന്ന മൊത്തം പ്രോഡക്റ്റ് ലൈനുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രോഡക്റ്റ് വിഡ്ത്ത്. അടുത്തത് പ്രോഡക്റ്റ് ലെങ്ത്ത്. പ്രോഡക്റ്റ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ പ്രോഡക്റ്റ് മിക്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ പ്രോഡക്റ്റ് മിക്സ്. ഒരു കമ്പനിയിലെ പ്രോഡക്റ്റ് മിക്സിലെ മൊത്തം ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രോഡക്റ്റ് ലെങ്ത്ത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ സെറ്റ് ഓഫ് ആൾ പ്രോഡക്ട്സ് ആൻഡ് ഐറ്റംസ് ദാറ്റ് എ സെല്ലർ ഓഫർ ടു സെല്ല്. ആൻസർ എന്താണ് വരിക? ആൻസർ ഓപ്ഷൻ ബി, പ്രോഡക്റ്റ് മിക്സ്. നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫേം തങ്ങളുടെ ബയേഴ്സിന് ഓഫർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ടോട്ടൽ ലിസ്റ്റാണ് പ്രോഡക്റ്റ് മിക്സ്. സോ ആൻസർ ഓപ്ഷൻ ബി, പ്രോഡക്റ്റ് മിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈസിംഗ് സ്ട്രാറ്റജി ദ മാർക്കറ്റർ ചാർജ് മാക്സിമം പ്രൈസ് ഓൺ ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ പ്രോഡക്റ്റ്? മാർക്കറ്റർ ചാർജ് മാക്സിമം പ്രൈസ് ഓൺ ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ പ്രോഡക്റ്റ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: ഓപ്ഷൻ എ, പെനട്രേഷൻ പ്രൈസിംഗ്. ഓപ്ഷൻ ബി, ഗോയിങ് റേറ്റ് പ്രൈസിംഗ്. ഓപ്ഷൻ സി, സ്കിംഡ് പ്രൈസിംഗ്. ആൻഡ് ഓപ്ഷൻ ഡി, ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്. ആദ്യം ഇതിലെ ഓരോ പ്രൈസിംഗ് എന്താണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് പെനട്രേഷൻ പ്രൈസിംഗ്. എന്താണ് പെനട്രേഷൻ പ്രൈസിംഗ്? പെനട്രേഷൻ പ്രൈസിംഗ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് ഓഫറിംഗ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ് at a low
ഇനീഷ്യൽ പ്രൈസ് ടു ഗെയിൻ കസ്റ്റമേഴ്സ് അറ്റൻഷൻ. അതായത് കസ്റ്റമറുടെ ശ്രദ്ധ നേടുന്നതിനായി കുറഞ്ഞ ഇനീഷ്യൽ പ്രൈസിൽ ഒരു പുതിയ പ്രോഡക്റ്റോ സേവനമോ വാഗ്ദാനം ചെയ്യുന്നതാണ് പെനട്രേഷൻ പ്രൈസിംഗ് സ്ട്രാറ്റജി. കസ്റ്റമറുടെ ശ്രദ്ധ നേടുന്നതിനായി കുറഞ്ഞ ഇനീഷ്യൽ പ്രൈസിൽ ഒരു പുതിയ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ വാഗ്ദാനം ചെയ്യുന്നതാണ് പെനട്രേഷൻ പ്രൈസിംഗ്. എന്താണ് ഗോയിങ് റേറ്റ് പ്രൈസിംഗ്? Going rate pricing is when a business set the price of its product or service based on the market price. Going rate pricing is when a business set the price of its product or service based on the market price. അതായത് മാർക്കറ്റ് വിലയെ അടിസ്ഥാനമാക്കി ഒരു ബിസിനസ് അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വില നിർണ്ണയിക്കുന്നതാണ് ഗോയിങ് റേറ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി. അതായത് മാർക്കറ്റ് വിലയെ അടിസ്ഥാനമാക്കി ഒരു ബിസിനസ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ വില നിശ്ചയിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയുന്നു? ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നു. അടുത്തത് സ്കിംഡ് പ്രൈസിംഗ്. എന്താണ് സ്കിം പ്രൈസിംഗ്? സ്കിം പ്രൈസിംഗ് ഈസ് എ പ്രൈസിംഗ് സ്ട്രാറ്റജി ദാറ്റ് സെറ്റ്സ് ന്യൂ പ്രോഡക്റ്റ് സർവീസ് ഹൈ ആൻഡ് സബ്സീക്വൻ്റ്ലി ലോവേഴ്സ് ദം ആസ് കോമ്പറ്റേറ്റേഴ്സ് എൻ്റർ ദി മാർക്കറ്റ്. ഇതൊരു പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് ഒരു പുതിയ ഉൽപ്പന്നത്തിൻ്റെ വില ആദ്യം ഉയർത്തും, എതിരാളികൾ വിപണിയിൽ പ്രവേശിക്കുമ്പോൾ അത് കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാണ് സ്കിം പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് പെനട്രേഷൻ പ്രൈസിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പെനട്രേഷൻ പ്രൈസിൽ ആദ്യം ഒരു ലോ ഇനീഷ്യൽ പ്രൈസ് ആയിരിക്കും ചെയ്യുന്നത്. സ്കിം പ്രൈസിൽ പക്ഷേ ഹൈ പ്രൈസാണ് ചെയ്യുന്നത്. ഇതാണ് സ്കിം പ്രൈസിങ്ങും പെനട്രേഷൻ പ്രൈസിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്. എന്താണ് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്? ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് ഈസ് എ പ്രാക്ടീസ് where the price of a product is calculated by a firm on the basis of its direct cost per unit of output plus a markup to cover overhead cost and profits. Full cost pricing is a practice where the price of a product is calculated by a firm on the basis of its direct cost per unit of output plus a markup to cover overhead cost and profits. അതായത് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്നത് ഒരു യൂണിറ്റ് ഔട്ട്പുട്ടിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസുകളും അതുപോലെ ഓവർഹെഡ് എക്സ്പെൻസും പ്രോഫിറ്റും കവർ ചെയ്യുന്നതിനുള്ള ഒരു മാർക്കപ്പും അടിസ്ഥാനമാക്കി ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ വില കണക്കാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്. അപ്പോൾ നമ്മൾ പെനട്രേഷൻ പ്രൈസിംഗ് എന്താ നോക്കി, ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്താ നോക്കി, സ്കിംഡ് പ്രൈസിംഗ് ആൻഡ് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് നോക്കി. അപ്പോൾ ഇതിൽ ആൻസർ എന്താ വരുന്നത്? ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈസിംഗ് സ്ട്രാറ്റജി മാർക്കറ്റ് ചാർജ് മാക്സിമം പ്രൈസ് ഓൺ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ്? എന്താണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി, സ്കിംഡ് പ്രൈസിംഗ്. മാർക്കറ്റ് ചാർജ് മാക്സിമം പ്രൈസ് ഓൺ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഹൈ പ്രൈസ് വയ്ക്കുന്ന സ്ട്രാറ്റജിയാണ് സ്കിംഡ് പ്രൈസിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് ഫാൾ അണ്ടർ 4 P's സജസ്റ്റഡ് ബൈ McCarthy? ഓപ്ഷൻ എ പ്രൊമോഷൻ, ഓപ്ഷൻ ബി പ്രോഡക്റ്റ്, ഓപ്ഷൻ സി പ്ലേസ്, ഓപ്ഷൻ ഡി പെർഫെക്ഷൻ. നമുക്കറിയാം മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് വാരിയസ് എലമെൻറ്റ്സ്, നെയിംലി പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അതായത് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ്റെ കോമ്പിനേഷനാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്താ പറയുക, ദീസ് ആർ പോപ്പുലർലി നോൺ ആസ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് ഗിവൺ ബൈ E.J. McCarthy ഇൻ 1978. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, പെർഫെക്ഷൻ. കാരണം മാർക്കറ്റിംഗ് മിക്സിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പ്രൈസും പ്രൊമോഷനും പ്രോഡക്റ്റും പ്ലേസുമാണ്, പെർഫെക്ഷൻ ഇല്ല. അപ്പോൾ ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി, പെർഫെക്ഷൻ.